രാഹുൽ ഈശ്വറിന് പറ്റിയേക്കുന്ന ഒരവസ്ഥ അത് നമ്മുടെ ശത്രുക്കൾക്ക് പോലും വരാൻ പാടില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വല്ലവന്റെയും ഗർഭചിത്രത്തെ ന്യായീകരിക്കാൻ പോയ രാഹുൽ ഈശ്വറിന് കിട്ടിയിരിക്കുന്ന പണിയാണ് ശരിക്കും പറഞ്ഞാൽ 8ന്റെ പണി എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് ഒരു നിയമമുണ്ടെന്നും ആ നിയമത്തിന് വിധേയമായിട്ട് മാത്രമേ നമുക്ക് ആർക്കാണെങ്കിലും ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നാളെ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്താൻ പോകുന്നത് ഈ രാഹുൽ ഈശ്വറിന്റെ പേരായിരിക്കും. രാഹുൽ ഈശ്വർ എന്ന വ്യക്തിക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തുണ്ടാകുന്ന മാനസിക പരിണാമവും അതെന്തായിരിക്കും എന്ന് നോക്കിക്കാണാനായിട്ട് മലയാളികൾക്ക് ഏറെ താല്പര്യം ഉണ്ടാകും. നമസ്കാരം. രാഹുൽ ഈശ്വർ വീണ്ടും റിമാൻഡിലായിരിക്കാണ്. എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? രാഹുൽ ഈശ്വറിന് പറ്റിയേക്കുന്ന ഒരവസ്ഥ അത് നമ്മുടെ ശത്രുക്കൾക്ക് പോലും വരാൻ പാടില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഈശ്വർ ആരെയാണോ ന്യായീകരിച്ചു തുടങ്ങിയത് ആ മാന്യൻ ഇപ്പോഴും എന്താ ഒളിവിലാണ്. അയാൾക്ക് ഇന്നലെ മുൻകൂർ ജാമ്യവും കിട്ടി. ഇനി ആദ്യത്തെ കേസിൽ തിങ്കളാഴ്ച അറിയാൻ അയാൾക്ക് ജാമ്യം കിട്ടുമല്ലോ എന്നത്. പക്ഷേ ഇത് ന്യായീകരിക്കാൻ വേണ്ടി പോയത്, അത് വല്ലവന്റെയും ഗർഭചിത്രത്തെ ന്യായീകരിക്കാൻ പോയ രാഹുൽ ഈശ്വറിന് കിട്ടിയിരിക്കുന്ന പണിയാണ് ശരിക്കും പറഞ്ഞാൽ 8ന്റെ പണി എന്ന് പറയുന്നത്. ഇനി വീണ്ടും 14 ദിവസത്തേക്ക് കൂടി സെക്കൻഡ് റിമാൻഡ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ 2 കേസുകളായി എന്ന് വിചാരിക്കണം. അതായത് കോടതിയിൽ ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ അന്വേഷണവുമായിട്ട് രാഹുൽ ഈശ്വർ യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ പോലീസ് വീണ്ടും രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് 11 മണിക്ക് വീണ്ടും രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് രാഹുൽ ഈശ്വറിന് എന്താ സംഭവിച്ചത്? നേരെ വീണ്ടും 14 ദിവസത്തേക്ക് കൂടെ റിമാൻഡ് ചെയ്തു. ഇനി വീണ്ടും ജാമ്യാപേക്ഷയുമായിട്ട് സെഷൻസ് കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും ഒക്കെ വരേണ്ട ഒരു ഗതികേടിലേക്ക് ഈ രാഹുൽ ഈശ്വർ എത്തിപ്പെടുകയാണ്. രാഹുൽ ഈശ്വറിന് എന്തിന്റെ കേടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. ഒരുമാതിരി വട്ടുപിടിച്ച പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് രാഹുൽ ഈശ്വർ അവലംബിച്ചിരുന്നത്. കാരണം ദിലീപ് കേസിലൊക്കെ നമുക്കറിയാം, ഈ രാഹുൽ ഈശ്വർ ദിലീപിന് വേണ്ടിയിട്ട് ഭയങ്കര ശക്തമായിട്ട് വാദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതെന്തും ആകട്ടെ, പക്ഷെ ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഇതേപോലെ പ്രത്യക്ഷത്തിൽ തന്നെ ഇത്രയധികം കുറ്റകൃത്യം ചെയ്തിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വ്യക്തിയെ അയാൾ വിശ്വസിച്ചിരുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അയാളെ പുറത്താക്കി. ഇത് പുറത്താക്കിയതിന് ശേഷവും ഇരകളാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ആളുകളെയൊക്കെ കള്ളി നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എന്താണെന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. ആരെങ്കിലുമൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഒരു വാർത്ത ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത മിനിറ്റിൽ, അധികം സമയം പോലും എടുക്കത്തില്ല, തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആയിട്ട്, കൗണ്ടർ വീഡിയോ ആയിട്ട് ഇറങ്ങുന്ന ഒരു രാഹുൽ ഈശ്വറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. രാഹുൽ ഈശ്വറിന്റെ വില എത്രയുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ, പക്ഷെ ഉള്ള വില എത്രയെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. അത് ചില്ലറ പൈസ ആണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഉള്ള വില രാഹുൽ ഈശ്വർ കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചു എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അതുകൂടാതെ തന്നെ ഈ രാജ്യത്ത് ഒരു നിയമമുണ്ടെന്നും ആ നിയമത്തിന് വിധേയമായിട്ട് മാത്രമേ നമുക്ക് ആർക്കാണെങ്കിലും ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നാളെ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്താൻ പോകുന്നത് ഈ രാഹുൽ ഈശ്വറിന്റെ പേരായിരിക്കും. എന്തു തോന്നിവാസവും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ നിന്ന് വിളിച്ചു പറയാമെന്നും ഒരു ആധികാരികതയും ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കൊടും ക്രിമിനലിനെ പോലും ന്യായീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാം ഉള്ള ഈ രാഹുൽ ഈശ്വറിന്റെ ഒരു ധാർഷ്ട്യം അത് ഈ കഴിഞ്ഞ 12-13 ദിവസം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇന്ന് പാപം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപം തോന്നിപ്പോവും അദ്ദേഹത്തിന്റെ ആശുപത്രിയിലുള്ള ആ ഇരിപ്പൊക്കെ കാണുമ്പോഴത്തേക്ക്. മാധ്യമപ്രവർത്തകരെ രാഹുൽ ഈശ്വറിനോട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന് വളരെ ദയനീയമായിട്ട് പറയുന്ന ഒരു അവസ്ഥയെ ഈ രാഹുൽ ഈശ്വറിനെ കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ജയിലിൽ ചെല്ലുന്നുണ്ടോ? ഒരു മനുഷ്യക്കുഞ്ഞ് ചെല്ലുന്നില്ല. എന്താ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നലെ ജാമ്യം കിട്ടി. അറ്റ്ലീസ്റ്റ് രാഹുൽ മാങ്കൂട്ടമെങ്കിലും ഈ രാഹുൽ ഈശ്വറിനെ ഒന്ന് കാണാൻ വേണ്ടി ചെല്ലണ്ടേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടല്ലേ രാഹുൽ ഈശ്വർ ഇത്രയും ദിവസം സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ നിന്ന് ഘോരം പ്രസംഗിച്ചതും സ്വയം ബലിയാടായി ജയിലറയ്ക്കുള്ളിലേക്കൊക്കെ പോയത്? എന്നിട്ടും എന്തേ രാഹുൽ മാങ്കൂട്ടം ഒരു മിനിറ്റ് പോലും ഈ രാഹുൽ ഈശ്വറിനെ കാണാൻ വേണ്ടി ചെല്ലാതിരുന്നത്? അതല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഘോരം പ്രസംഗിക്കുന്ന ആരെങ്കിലും ഒരാള് ഒന്ന് ചെല്ലണ്ടേ? പോലീസാണ്, പോലീസ് റിപ്പോർട്ട് കോടതിയിൽ എത്തേണ്ടതുണ്ട്. അന്വേഷണവുമായിട്ടൊക്കെ സഹകരിച്ചാൽ മാത്രമേ ഈ കേസ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു സാമാന്യ ബോധത്തിലേക്കെങ്കിലും രാഹുൽ ഈശ്വർ ഇനിയെങ്കിലും വരണം. രാഹുൽ ഈശ്വർ കണ്ടുപിടിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ചെയ്തിട്ടുള്ള കൊടും ക്രൂരതകൾ കണ്ടുപിടിക്കാനല്ല ഞാൻ പറഞ്ഞേക്കുന്നത്, നിയമത്തെ അയാൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. കാരണം അയാൾ ഒളിവിൽ പോയി. രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോയ സമയത്തും രാഹുൽ ഈശ്വർ ഇവിടെ ഇരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വെളിച്ചത്തേക്ക് വരുന്ന സമയത്ത് രാഹുൽ ഈശ്വർ എവിടെയായി? ജയിലിനകത്തായി.
ഈ രാഹുൽ ഈശ്വറിനെ ന്യായീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസോ ഇനി വരുമോ? ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ കുറച്ച് വീഡിയോകൾ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്ത സമയത്ത് രാഹുൽ ഈശ്വർ ഒരു പബ്ലിക് ഫിഗറാണ്. ആ പബ്ലിക് ഫിഗറിനെ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് വെള്ളപൂശാമെന്ന് കരുതി രാഹുലിന്റെ ആരാധകരെന്ന് പറയപ്പെടുന്ന PR ടീം രാഹുൽ ഈശ്വറിന്റെ വീഡിയോയ്ക്ക് ഒക്കെ റീച്ച് ഉണ്ടാക്കി കൊടുത്തു. ഈ റീച്ച് കണ്ട രാഹുൽ ഈശ്വർ എന്താ വിചാരിച്ചത്? ഇത് മുഴുവൻ തനിക്കുള്ള ഒരു വലിയ പിന്തുണയാണ്, താൻ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സാമൂഹിക വിമർശകനായിട്ട് മാറിയിരിക്കുന്നു, വലിയൊരു സാമൂഹിക പരിഷ്കർത്താവായിട്ട് താൻ മാറിയിരിക്കുന്നു. അതായത് മെൻസ് കമ്മീഷന് വേണ്ടിയിട്ടൊക്കെയുള്ള വലിയ സമര പോരാട്ടങ്ങൾക്കാണ് താൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ വിചാരിച്ച് ഈ കരുതിയിരുന്ന ഒരു പാവം പിടിച്ച രാഹുൽ ഈശ്വറിന്റെ ഇന്നത്തെ ഇരിപ്പ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളുടെ ശത്രുക്കളിൽ ഒരാൾക്ക് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കല്ലേ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം ആദ്യ ദിവസങ്ങളിലൊക്കെ എന്തായിരുന്നു, വിക്ടറി ചിഹ്നമൊക്കെ ഉയർത്തി കാണിച്ച് വീട്ടിലേക്ക് പോലീസുകാരുടെ കൂടെ തെളിവ് ശേഖരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് എത്തുന്ന രാഹുൽ ഈശ്വരൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ രാഹുൽ ഈശ്വരന്റെ മകൻ ഓടിച്ചെല്ലുകയും മകൻ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് കണ്ടപ്പോൾ രാഹുൽ ഈശ്വർ കുറച്ചുകൂടിയൊക്കെ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ സർവ്വ പിന്തുണയും കൊടുത്ത് കൂടെ ഉണ്ടായിരുന്നത്. എന്താണ് ഭാര്യയായിട്ടുള്ള ദീപ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് ദീപയ്ക്കെങ്കിലും ഒരു ധാരണ ഉണ്ടാവേണ്ടതായിരുന്നു. അതിജീവത എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ഏറ്റിട്ടുള്ള കൊടും ക്രൂരതകളെ കുറിച്ച് പോലീസിൽ ഒരു പരാതി നൽകാൻ ധൈര്യം കാണിച്ച് മുമ്പോട്ട് വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവഹേളിക്കുക എന്ന ഒരു വലിയ കുറ്റകൃത്യമാണ്. അതല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വിളിച്ചു പറയുക എന്ന വളരെ വലിയൊരു കുറ്റകൃത്യമാണ് തൻ്റെ ഭർത്താവ് ചെയ്തത് എന്ന് ഭർത്താവിനെ പറഞ്ഞു മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം പോലും ഈ ദീപ എന്ന് പറയുന്ന രാഹുൽ ഈശ്വറിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇപ്പോൾ ഈ ദീപ എന്ന് പറയുന്ന പെൺകുട്ടി നേരത്തെ TV ആങ്കറൊക്കെ ആയിരുന്നു, അപ്പം ഒരു മാധ്യമ പ്രവർത്തകയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ് സംഭവിച്ചിട്ടുള്ളത്. വളരെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റമാണ്. ഈ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് രാഹുൽ ഈശ്വറിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്താൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം ഒരു ഭാര്യ എന്ന രീതിയിൽ ദീപയ്ക്കുണ്ടത്. കാരണം പറഞ്ഞേക്കാം, രണ്ടും രണ്ട് വ്യക്തികളല്ലേ എന്നൊക്കെ പറഞ്ഞേക്കാം. അതൊക്കെ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബമല്ലേന്നേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം ക്ഷമാപണം നടത്തി, പൂർണ്ണമായിട്ടും കോടതിക്ക് മുമ്പിൽ ക്ഷമാപണം നടത്തി. കോടതിയിൽ രാഹുൽ ഈശ്വറിന്റെ വക്കീലിന് പറയേണ്ടി വന്നു, എന്റെ കക്ഷിക്ക് ബുദ്ധിയില്ല എന്ന് വരെ പറയേണ്ട അവസ്ഥ എത്തിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രാഹുൽ ഈശ്വർ എല്ലാ ദിവസവും സാമൂഹ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ നിരീക്ഷകരായി വന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് കഴിഞ്ഞ 12-13 ദിവസമായിട്ട് ജയിലറയ്ക്കുള്ളിലും പോലീസ് കസ്റ്റഡിയിലുമായിട്ട് നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അത് എത്ര ദയനീയമാണ് ആ കാഴ്ച എന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് ഏകലും ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്, ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ എന്ന് പുറത്തിറങ്ങും എന്നിപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം പോലീസ് വിചാരിച്ചാൽ എല്ലാ ദിവസവും വേണമെങ്കിൽ ഓരോ FIR ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഒരു കേസിന് ജാമ്യം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അടുത്ത കേസ്, അങ്ങനെ ഇട്ടോടെ എത്ര നാൾ വേണമെങ്കിലും പോകാം. ഒരുപക്ഷെ രാഹുൽ ഈശ്വറിലെ സാമൂഹിക വിമർശകനും രാഹുൽ ഈശ്വർ എന്ന വ്യക്തിക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തുണ്ടാകുന്ന മാനസിക പരിണാമവും അതെന്തായിരിക്കും എന്ന് നോക്കിക്കാണാനായിട്ട് മലയാളികൾക്ക് ഏറെ താല്പര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഏതൊക്കെയായാലും ഇത് ഒരു വല്ലാത്ത ചതിയായി പോയി. ആരാണോ ക്രൂരമായി പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും ഗർഭചിത്രം നടത്തുകയും ചെയ്തത് ആ ആൾക്ക് ജാമ്യം കിട്ടുകയും എന്നാൽ ആ കേസിൽ ആ പ്രതിയെ ന്യായീകരിച്ചു കൊണ്ടിരുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന യൂട്യൂബർ അകത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തൊരു വിരോധാഭാസം നോക്കിയേ. രാഹുൽ ഈശ്വർ എത്ര ദിവസമായിട്ടാണ് ഇപ്പൊ ജയിലിൽ കഴിയുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ഇത് ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ ഉണ്ടാകല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന.